ഈ മെച്ചം ഒരു ഫയൽ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് മൈക്കിളുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ മൈക്കിളുടെ ക്യാരക്ടർ കാര്യങ്ങൾ എടുക്കാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് ഈ വീഡിയോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ട്രോളി പ്ലേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ട്രോളിയുടെ പ്ലേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്നീ വീഡിയോ കൊടുത്തത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കുറേ പേര് നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. GTA 5 കാര്യങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നീ വീഡിയോ കൊടുത്തത് ഡീറ്റെയിൽ ആയിട്ടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ശ്രമിക്കേണ്ടതാണ്. കുറേ പേര് നമുക്ക് ഇതിനു വേണ്ടി കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റിപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. ഫുള്ളായിട്ട് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് കാര്യങ്ങൾ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മസ്റ്റായിട്ട് വാച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ മച്ചാന്മാരെയും മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചു തരുന്നതാണ്. കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ പേർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ് മൈക്കിളിലെ ക്യാരക്ടറുകൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്രോമിൽ കയറി ഇങ്ങനത്തെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ആയി വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ഇപ്പം താഴത്തെയാണ് ഞാൻ ഡൗൺലോഡും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പണ്ടക്കത്തെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫയലും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഫയലും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഫോൾഡറിൻ്റെ അകത്താണ് വന്ന് കിടക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. എൻ്റെ ഫോണിൻ്റെ അകത്താണ് വന്ന് കിടക്കുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗൺലോഡ്സിൻ്റെ അകത്തായിരിക്കും വന്ന് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ പഴയ ഫയലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം പുതിയ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പഴയതും പുതിയതും കൂടെ കിടന്ന് ചിലപ്പം ബഗ്ഗായിട്ട് വല്ലതും പിന്നെ വേറെ ഒരു ലിങ്ക്സും കാര്യങ്ങളൊക്കെ ആഡ് ആകാതെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പഴയ ലിങ്ക് കളഞ്ഞിട്ട് പുതിയ ലിങ്ക് കാര്യങ്ങൾ എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം RGS മെനു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തിൽ നമ്മുടെ ഫയൽ മാനേജറിനകത്തോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഫയൽ മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഫോൾഡറും കാര്യങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നേരെ താഴോട്ട് അടിയിലോട്ട് പോകുമ്പോൾ എൻ്റെ മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗൺലോഡ്സിലായിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് കിടക്കുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ എല്ലാ ഫയൽസോടും ഇപ്പോൾ കിട്ടിയേക്കുന്ന നിലവിലെ എല്ലാ ഫയൽസോടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഫോൾഡറിനകത്ത് കൊണ്ടിടാവുന്നതായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററും കാര്യങ്ങളും എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെ മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒറ്റ ഫയലും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നേരത്തെ 2 ഫയലുണ്ടായിരുന്നു. അതിൽ ഞാൻ പഴയ ഫയലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഫയലും കാര്യങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മൈക്കിളിലെ ക്യാരക്ടറും വരാത്തതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതിന് വേറെ ചിപ്പ് കോഡും കാര്യങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് PM1 PM2 PM3 അങ്ങനെയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങനെ ലോഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം നേരത്തേക്കാളും കുറച്ചുകൂടി എളുപ്പമോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. നേരത്തെ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ PM1 PM2 എന്നൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അത് എങ്ങനെയായിരുന്നു ഇൻ്റർനെറ്റ് ഓപ്ഷനകത്ത് കയറി അവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ഗെയിം ഒന്ന് അവിടെ നിന്ന് പിന്നെ PM9 PM12 അങ്ങനെയൊക്കെ അടിച്ചിട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വരുമ്പോഴാണ് ആവുന്നത്. എന്നാൽ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കാണെങ്കിൽ ആ ഒരു മൈക്കിളിലെ ക്യാരക്ടർ ലിങ്കും കാര്യങ്ങളൊന്ന് ലോഡ് ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എനിക്കൂടെ പെട്ടെന്ന് കണ്ടിട്ട് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മറ്റേ ഇൻ്റർനെറ്റ് കയറി ഈ പേസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം, അതോ നിങ്ങൾക്ക് RGS മെനുസിൽ കയറി ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടമെന്നൊന്നും ജസ്റ്റ് നോക്കി കമൻറ്റ് കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുറേ പേർക്ക് കിട്ടുന്നില്ല നമുക്ക് കമൻറ്റ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടാത്തതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്ന് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ എന്നൊക്കെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഗെയിമിൻ്റെ അതിൽ ആപ്പ് ഇൻഫോമിൽ കയറിയിട്ട് അവിടെ നിങ്ങൾ ക്ലിയർ ഡേറ്റ് ചെയ്തിട്ടൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ റീഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് അതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ആകുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നമ്മുടെ സ്മോൾ പ്ലെയറിൻ്റെ ഫീച്ചറും കാര്യങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്മോൾ പ്ലെയറിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നുണ്ട്. അത് വർക്കും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ റൈഡ് ചെയ്യാൻ പറ്റൂല്ലേ നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്കും ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. വർക്ക് ആവുന്നുണ്ടെന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. എനിക്കിവിടെ വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറയിലൊരു NPC പ്ലെയറിനെയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നോക്കാം വർക്ക് ആവുന്നുണ്ടോ. അതും വർക്ക് ആവുന്നുണ്ട്. അപ്പം ഇതെല്ലാം വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ സ്മോൾ പ്ലെയറിന് അതൊക്കെ മൈക്കിളിലെ ക്യാരക്ടറിൽ വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതൊക്കെ
ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുന്നുണ്ടല്ലോ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമൻറ്റ് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ കൊണ്ടിടാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര ലിമിറ്റഡും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടർ ഒരു വട്ടം വന്നപ്പോൾ കോപ്പി റൈറ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടി, ഇത്രയും നാൾക്ക് ശേഷമാണ് തിരിച്ച് കിട്ടിയത്. അപ്പോൾ എന്തായാലും അത്രയും അതുകൊണ്ട് ഇതുള്ളതുകൊണ്ട് കോപ്പി റൈറ്റ് കാര്യങ്ങളും കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്ത് വെക്കാൻ ശ്രമിക്കേണ്ടതാണ്. എടുത്ത് എങ്ങനെയെങ്കിലും വെച്ചില്ലെങ്കിൽ ആ മൈക്കിളിൻ്റെ ക്യാരക്ടർ പിന്നെയും പോയി കഴിഞ്ഞാൽ പിന്നെയും കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും എടുത്തും വെക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്കിളിൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറയുന്നത് നിങ്ങളോട്. അതുകൊണ്ടാണ് പിന്നെയും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ അതിൽ നിന്ന് പോകുന്നതായിരിക്കും. കാരണം കറക്റ്റ് നമ്മുടെ GTA മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഡെവലപ്പർ പറഞ്ഞാൽ നിങ്ങളോട് മാക്സിമം എത്ര പേർക്ക് എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ എടുക്കാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് ട്രോളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ട്രോളി പ്ലേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ട്രോളി പ്ലേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നത്, ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്ന് ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ട്രോളി പ്ലേസും കാര്യങ്ങളും കൊണ്ടുവന്നേക്കുന്നത്. എന്ന് വെച്ചാൽ വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് എടുത്തതിന് ശേഷം അത് നമ്മൾ നേരെ RGS മെനുവിലോ അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുമോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അത് വേറെ രീതി വേറെ മെത്തേഡിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് വാച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം ലിങ്കും കാര്യങ്ങളും ആദ്യം കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം ഗെയിമിനകത്ത് എത്തിയതിന് ശേഷം ഇഷ്ടമുള്ള സ്ലോട്ടും കാര്യങ്ങളും നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ സ്ലോട്ടിനകത്തൊന്നും കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നത്. അപ്പം ആ സ്ലോട്ടിനകത്ത് കയറിയതിന് ശേഷം നിങ്ങളൊരു പേരും കഴിഞ്ഞ് അടിക്കാനുണ്ട്. ഞാനിവിടെ ആണെങ്കിൽ ടോൾ പ്ലാസ് എന്നൊക്കെ വല്ലതും അടിക്കുന്നുണ്ട്. ടോൾ പ്ലാസ് എന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കാവുന്നതാണ്. ഞാനിവിടെ അങ്ങനെയാണ് അടിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കുന്നതാണ്. അടിച്ചതിന് ശേഷം ഗെയിമിനകത്ത് കയറേണ്ടതാണ്. ഗെയിമിനകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. ഫോൺ എടുത്തതിന് ശേഷം നമുക്ക് നേരെയാണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും എടുക്കണം. കാരണം കുറേ പേർക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ എടുക്കണം. ഇൻ്റർനെറ്റിനോട് പേസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നെറ്റ് കാര്യങ്ങൾ ഓണാണോ ശ്രദ്ധിക്കേണ്ടതാണ്. നെറ്റ് ഓണാണോ അല്ലേ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. നെറ്റ് ഓഫ് ആണെങ്കിൽ നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. വെറും 5 സെക്കൻഡോ 10 സെക്കൻഡോ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളവിടെ പേസ് ബട്ടനെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പേസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ടോ ഇല്ലേ നോക്കേണ്ടതാണ്. എററാണ് വരുന്നതെങ്കിൽ നിങ്ങളത് ഒന്നുകൂടി ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങൾ പ്ലീസ് വെയിറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഓക്കെ അത് സാധനം വരും പെട്ടെന്ന് കയറുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് എന്ന് കാണിച്ച് ഫയൽ ഓർഡർ ആയിട്ടുണ്ട്. ഇനി ഞാനത് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്തിട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അതിനകത്തോട്ട് മൊത്തത്തിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേസും കാര്യങ്ങളും അപ്പം ഇത് നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ അപ്ഡേറ്റ് വന്നൊരു സാധനം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്. അപ്പം ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട സാധനം കാര്യങ്ങളാണ്. അപ്പം ഇത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനത്തെ രീതി കൊണ്ടുവരാമെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രോളി പ്ലേസും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ രീതിയിലാണ് കൊണ്ടുവന്നത്. ഇനി നമ്മുടെ ട്രോളി കാര്യങ്ങളൊക്കെ എവിടെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ നേരെ ട്രോളിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കാര്യങ്ങളെടുത്ത് വീടിൻ്റെ അകത്ത് എടുത്തുനിന്ന് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രോളി പ്ലേസും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രോളി പ്ലേസും കാര്യങ്ങളും. അപ്പോൾ ഈ ട്രോളിക്കകത്ത് ഇഷ്ടംപോലെ വണ്ടി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മളിവിടെ ട്രോളിയുടെ ഓപ്ഷനും കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് കസ്റ്റമൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചൊരു സാധനമാണ്. അപ്പം ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ഇതുപോലത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ നമുക്കിനി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ ഐറ്റംസ് കാര്യമായിട്ട് നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടാണ് ഈ ടോളി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ ജസ്റ്റ് അവിടെ നോക്കിയിട്ട് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഗെയിമിലേക്ക് ഇത് സപ്പോർട്ട് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് എന്താണ് കാണിക്കുന്നത് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് ഈ ലിങ്കും കാര്യങ്ങൾക്കും യൂസ് ചെയ്ത് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷമായിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കും വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കാര്യമാണ് ചെയ്യാനാണ്. ഞാൻ കമൻറ്റിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ടൈം അനുസരിച്ചായിരിക്കും ഞാൻ ടൈം റിപ്ലൈ കാര്യമാണ് തരുന്നത്. റിപ്ലൈ തരാൻ പോകത്തില്ല, എന്താ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ട്രോളി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. അത് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയതിന് നിങ്ങൾ കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ട്രോളി പോലത്തെ വേറെ പല പ്ലേസസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്ലേസും കാര്യങ്ങളൊക്കെ വല്ലതും ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം
കാര്യമായിട്ട് നമ്മുടെ GTA 5 സിറ്റി കാര്യങ്ങളൊക്കെ ഇനി എപ്പോഴാണ് കിട്ടുന്നത്, ഇതിപ്പോൾ ഒത്തിരി നാളായാലും ഇപ്പോൾ നെക്സ്റ്റ് മന്ത് തുടങ്ങിയല്ലോ, ഇതുവരെ എന്താ കിട്ടാത്തതെന്ന് കുറേ പേര് നമ്മളോട് കമൻറ്റുകളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇത് ഉടായിപ്പാണോ എന്നൊക്കെ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മച്ചന്മാരെ, ഇത് ഉടായിപ്പൊന്നുമല്ല, ഇത് നല്ല ഒറിജിനൽ സാധനം തന്നെയാണ്. നമ്മുടെ GTA 5 മൂഡ് തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് വെച്ചാൽ വേറെ ഒരു റീസണും കൊണ്ടല്ല, നമ്മുടെ ടെക്സ്റ്റർ ഇഷ്യൂ കാരണം കൊണ്ടാണ് നമുക്കിത് കിട്ടാത്തത്. ടെക്സ്റ്റർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കുറേ മാപ്സും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നുണ്ട്, കുറേ സ്ഥലങ്ങൾ കാര്യങ്ങൾ ആഡ് ആവുന്നുണ്ട്. നേരത്തെ നമുക്ക് ചെറിയൊരു സ്ഥലം മാത്രം ആഡ് ആയിട്ടുള്ളായിരുന്നു. ഇപ്പം നമുക്കാണെങ്കിൽ എൻ്റയർലി കുറച്ചുകൂടെ ഒരു ആഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെവലപ്പറും കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഫോണിൻ്റെ സപ്പോർട്ടാകുമോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും മാക്സിമം ഫുള്ളായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ച് ഭാഗം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു 50% ഭാഗം കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. 100% കൊണ്ടുവരുവാണെങ്കിൽ അത് ഫോണിൽ താങ്ങുമോ ഇല്ലെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് എന്തായാലും വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഇങ്ങനത്തെ ഒരു ഡ്രോണിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഒരു 35% നമുക്ക് സാധനങ്ങൾ കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് GTA 5 കളിക്കുന്നവർക്കും ടർഫ് കളിക്കുന്നവർക്കും എന്ന് വെച്ചാൽ ടർഫിലൊക്കെ കളിക്കുന്ന സ്ഥലമാണിത്. നമ്മുടെ GTA 5 ടർഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മുടെ റോഡ് പ്ലേ കാര്യങ്ങളൊക്കെ കളിക്കുന്ന സ്ട്രീമേഴ്സിൻ്റെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ ടർഫ് കളിക്കുന്ന ഒരു ഏരിയയും കൂടിയാണിത്. അപ്പം അവിടെയൊക്കെ ആയിട്ടാണ് നമുക്കിപ്പോൾ ഈ GTA 5 ഇപ്പം ഇവിടെ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാപ്പും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റർ ഇഷ്യൂ, അതുപോലെ തന്നെ ഈ NPC പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഇവരെയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നമുക്ക് എല്ലാവർക്കും കയറി കളിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ തരത്തുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒരു മാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് കൈ തന്നില്ല, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ചുമ്മാ ഒരു മാപ്പ് തന്ന് നിങ്ങൾ മാത്രം ഒരു വണ്ടി മാത്രം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വട്ടം ചുറ്റി നടക്കാമെന്നല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലത്തെ മാപ്പും കാര്യങ്ങളും വേണ്ട, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള NPC പ്ലെയറും കാര്യങ്ങളൊക്കെ, ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെയൊക്കെ വെച്ചുള്ള മാപ്പും കാര്യങ്ങൾ വേണം. അത് ഇങ്ങനത്തെ നോർമലായിട്ട് ഒന്നും വേണ്ട, നിങ്ങളും കാറും ഈ മാപ്പും മാത്രം മതിയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പം എങ്ങനെ വേണോ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളും ഈ മാസം വരും നമ്മൾ പറഞ്ഞു. ഈ മാസം ഇതുവരെ അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പം ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ. GTA 5 മാത്രമല്ല വേറെയും കുറച്ചുണ്ട്. ഇന്നോവ കാറിൻ്റെയും അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ വരാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോലീസ് ബൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ എന്ന് വെച്ചാൽ നമുക്ക് 2 വീക്സിനുള്ളിൽ തന്നെ ആയിരിക്കും നമ്മുടെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളും വരുന്നത്. അപ്പോൾ എന്തായാലും ആ 2 വീക്സ് നിങ്ങളെല്ലാവരും ഒന്ന് കാത്തിരിക്കേണ്ടതാണ്, ക്ഷമയോടെ കാത്തിരിക്കേണ്ടതാണ്. ആ 2 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും നമ്മുടെ ഈ GTA 5 കാര്യങ്ങളൊക്കെ കൺഫേം ആവുന്ന സമയത്ത് നമുക്ക് എന്നാണ് അപ്ഡേറ്റ് ഇറങ്ങുന്നത് അതിൻ്റെ തലേ ദിവസം അതിൻ്റെ മുമ്പത്തെ ദിവസം നമ്മുടെ വാട്സപ്പ് ചാനലും അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തും അറിയിക്കുന്നതായിരിക്കും, വീഡിയോ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പായിട്ടായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനൽ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ ലിങ്ക്സിൻ്റെ ഏറ്റവും അടിയിലായിട്ടായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി ജോയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ജോയിൻ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ലീക്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലിങ്കും ലീക്സും കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ അകത്തായിരിക്കും അത് ഇടുന്നത്. അതിന് ശേഷമായിരിക്കും ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് അതും കൂടെ ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറേ എക്സ്പെക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം ഈ GTA 5 മോഡിനെ പറ്റിയിട്ട്. അപ്പം ഞാനും കുറേ എക്സ്പെക്റ്റ് ആയിട്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ എന്താണ് കൊണ്ടുവരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്തായാലും വരുമ്പോഴത്തേക്ക് നമ്മളത് അറിയിക്കുന്നതായിരിക്കും, നിങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയിക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ GTA 5 കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഇതുവരെ അറിയത്തില്ലെങ്കിൽ ഞാനിവിടെ സൈഡിൽ ഇവിടെ കൊടുത്തേക്കാം വീഡിയോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്.